ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും കൊണ്ടുപോയത് ആ ഗ്രാഫാണ്. കണ്ടസ്റ്റൻസിനോട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ ഗ്രാഫ് വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഥ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണോ, എവിടെ എത്തി, എവിടെ കയറ്റി, എവിടെ ഇറക്കം. ഈ സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയത് 3/4 മണിക്കൂറും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പ്രൊമോയിൽ കണ്ടില്ലേ, ഫസ്റ്റ് ഒരു പ്രൊമോ ലാലേട്ടൻ ഈ പറയുന്ന നന്ദനയുടെയും സായിയുടെയും അഭിഷേകിൻ്റെയും സിജോയുടെയൊക്കെ ഗ്രൂപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു സംഭവം മാത്രമായിരുന്നു ഇത്തിരിയെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് എപ്പിസോഡിൽ പറയാൻ പറ്റുന്ന ഒരു സാധനം. അതുക്ക് ബദലാ വന്ന എപ്പിസോഡിൽ ഒന്നുമേ ഇല്ല. സത്യം ഒരു സാധനവും വന്നില്ലായിരുന്നു. ആ പ്രൊമോക്കകത്ത് നമ്മൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് ഇനി നിങ്ങൾ ഗ്രൂപ്പ് കളിക്കരുത്, ഇത്രയും ദിവസം ആയില്ലേ, ഗ്രൂപ്പ് കളിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് സത്യമായിട്ടും. പക്ഷേ ഈ പ്രൊമോയിൽ 5 ഡയലോഗ് ഉണ്ടെങ്കിൽ ഈ 5 എണ്ണം തന്നെയാണ് എപ്പിസോഡിലുള്ളത്. 6ാമതായിട്ട് ഒരൊറ്റ ഡയലോഗും ഇല്ല സത്യം. പിന്നെ ഇവരുടെ ഓരോരുത്തരും നിങ്ങളുടെ ഗ്രാഫ്, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു കഥ പറച്ചിലായിരുന്നു. ഒരു കഥ പറച്ചിൽ. ഈ കഥ പറച്ചിലിന് ശേഷം ഡയറക്റ്റ് എവിക്ഷനിൽ ഈ പറഞ്ഞ പോലെ നന്ദന ഔട്ടായതും തകർന്നടിഞ്ഞ് ആങ്ങളമാർ 2 പേരും നിൽക്കുകയാണ്. ആങ്ങളമാർ 2 അല്ല 3 ഉണ്ട്. അഭിഷേക് ഉണ്ട്. അഭിഷേക് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ടിക്കറ്റ് ഫിനാലയിലും ബോണസ് ടാസ്കിലൊക്കെ മെഴുകി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് അഭിഷേക് അധികം ഇപ്പോൾ പറഞ്ഞ നന്ദനടുത്ത് അധികം ഒരു അറ്റാച്ച്മെൻറ്റ് വരാത്തത്. പിന്നെ വേറെ ഒന്നുമില്ല എപ്പിസോഡിൽ. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം 83ാമത്തെ എപ്പിസോഡാണോ 38ാമത്തെ എപ്പിസോഡാണോ എന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. നമുക്കറിയാം വീക്കെൻഡുകളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ലാലേട്ടൻ ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ടിരുന്ന വീക്കെൻഡ് നമുക്ക് കിട്ടിയത് ഈ സീസൺ 6ലാണ്. കഴിഞ്ഞ 5 സീസൺ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ വീക്കെൻഡുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ സീസണിലാണ്. പക്ഷേ അതെല്ലാം നശിച്ച് നാരായ വേര് കുരുത്താണക്കാണ് ഇപ്പോഴത്തെ പോക്ക്. എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ഇത് ലാലേട്ടൻ ആ ടാസ്ക്, ഈ ടാസ്ക്, പന്ത് കറക്കുന്ന ടാസ്ക്, അതെങ്ങനെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ തീർന്ന് 4-3-7 കാര്യം ചോദിച്ചു തന്നിട്ട് ഇനിയിപ്പോൾ നാളെയും ഉണ്ട് അത്രേ ടിക്കറ്റ് ഫിനാലയുടെ കാര്യങ്ങൾ ചോദിക്കാൻ. നമുക്ക് കണ്ടറിയാം. നാളെ മണലൊരുളുമ്പോൾ ശലരുളിലില്ല എന്നൊക്കെ പറയുന്നത് പോലെ കുന്തിദേവി അന്തിക്ക് കിണ്ടി കഴുവാൻ പോയ കഥയൊക്കെയാണ് നാളെ ഉള്ളത്. ഇന്നത്തെ എന്തായാലും പരമ ബൊറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയാം, ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഡേ 83 ലാലേട്ടൻ്റെ വീക്കെൻഡ് ജൂൺ 1-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ടും റിവ്യൂസിനൊക്കെ ആയിട്ട് ചാനൽ ഫോളോ ചെയ്യുമാണ്. അപ്പം ആദ്യം തന്നെ വന്നിട്ട് ഒന്ന് കുശലം ചോദിക്കുന്നു. ജിൻഡോ കന്നഡ കിട്ടിയോ, നന്ദന ഹെൽത്ത് എങ്ങനെയുണ്ട്, സായി എങ്ങനെ ഉണ്ടായിരുന്നു ഇത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ടാണ് മെയിൻലി ടിക്കറ്റ് ഫിനാലയുടെ കേസിലേക്ക് വരുന്നത്. അഭിഷേകിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ നാളെ ആയിരിക്കും. തമിഴ് ബിഗ് ബോസിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് ടിക്കറ്റൊക്കെ വലിയൊരു ലെവലിലൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡൻ പ്ലേറ്റിലൊക്കെ ഒട്ടിച്ചാണ് കൊടുത്തത്. അതുപോലെ നാളെ ടിക്കറ്റ് കൊടുക്കും. ഉറപ്പായിട്ടും നാളെ ടിക്കറ്റ് കൊടുക്കും. അപ്പം ലാലേട്ടൻ എന്താ ജാസ്മിനെ കളിക്കാൻ പറ്റിയില്ല, ബാലൻസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ലാലേട്ടൻ എനിക്ക് ബാലൻസ് ഇല്ല. അപ്പോൾ ശ്രീതു ലാലേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ടങ് ടിസ്റ്റർ டாஸ்கில் மட்டும்தான் நான் ஜெயிச்சேன். ஆனால் எனக்கு அந்த டாஸ்க் நான் ஜெயிச்சேன். அது மட்டும்தான் എനിക്ക് കിടച്ചത്. അപ്പോൾ അർജുൻ ലാലേട്ടൻ പെർഫോം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നി. കാണുമ്പോൾ എല്ലാം എളുപ്പമാണെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഋഷി അടിപൊളിയായിരുന്നു. മെൻ്റലി ഫിസിക്കലി ഒക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിമുകളായിരുന്നു. നോറ അടിപൊളിയായിരുന്നു, നന്നായിട്ട് ഞാൻ ചെയ്യാൻ നോക്കി. നന്ദന എനിക്ക് 1 പോയിന്റ് കിട്ടി, അക്കൗണ്ട് തുറന്നു ലാലേട്ടൻ, ഞാൻ മാക്സിമം ശ്രമിച്ചു. അപ്പോൾ സായി 75% മൈൻഡും 25% ബോഡിയും വെച്ച് കളിക്കേണ്ട ഒരു ഗെയിമായിരുന്നു ടിക്കറ്റ് ഫിനാലെ. ജിൻഡോ എനിക്ക് 2 ടാസ്കേ കിട്ടിയുള്ളൂ ലാലേട്ടൻ, അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് കിട്ടിയില്ല, 6 പോയിന്റ് കിട്ടി. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് വീണ്ടും വരുന്നു. അത് മാക്സിമം മുയലെടുക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ കാക്ക നോക്കിയിരുന്നു. ജിൻഡോ കാക്ക എനിക്കും ഋഷിക്കും പോയിന്റ് കിട്ടിയത് കൊണ്ടാണ് ജിൻഡോ കാക്ക നമ്മളെ തുടക്കത്തിൽ തന്നെ നമ്മളെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി കാണിക്കാൻ വന്നത്. അപ്പം ജിൻഡോ എന്താണെന്ന് അവിടെ പക്ഷേ ലക്കാണ് ലാലേട്ടൻ, ആ ടാസ്കിൽ ലക്കാണ് ജയിച്ചത്. അപ്പോൾ അഭിഷേക് ആദ്യം 6 മുയൽ എനിക്ക് കിട്ടി. ആദ്യം ആമയായിട്ട് പിന്നീട് മുയലായിട്ട് അങ്ങനെയാണ് ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊന്നും ഞാൻ കളിച്ചില്ല. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് സായിയുടെ കയ്യിൽ 2 എണ്ണം കിട്ടിയ മുയൽ എന്തിനാണ് അഭിഷേകിന് കൊടുത്തത്? അതെനിക്കൊരു ഫെയർ ആയിട്ട് തോന്നി. നേരത്തെ അവന് വേണമെങ്കിൽ എൻ്റെ തോന്നുന്നു എടുക്കായിരുന്നു, പക്ഷെ അവനത് എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവൻ അവസാനം കൊടുത്താണ്. അപ്പോൾ അഭിഷേക് ഞാൻ അവനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവനത് തിരിച്ച് ചെയ്യാൻ നോക്കണം. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവൻ തിരിച്ച് അവനൊരു ഫെയർ കാണിച്ചാണ്. അപ്പോൾ ഋഷി അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔദാര്യം വേണ്ടാന്നൊക്കെ സായിയുടെ അടുത്ത്. എവിടെയോ നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ ജാസ്മിൻ ലാലേട്ട ഇവിടെ പലതിലും 3-4 പേര് സെറ്റ് ചേർന്ന് ഗ്രൂപ്പായിട്ട് ഇവിടെ കളിച്ചുകൊണ്ടാണ് ഇരുന്നത്. സത്യം ഗ്രൂപ്പായിട്ടാണ് ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജിൻഡോ ലാലേട്ട ഇതിൽ മാത്രമല്ല എല്ലാത്തിലും ഇവിടെ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ സിജോ
ലാലേട്ട റാബിറ്റിൻ്റെ ഇതിനകത്തൂടെ പ്ലാനിങ് എന്ന് നടന്നില്ല. അവസാനത്തെ സമയത്താണ് ഈ പറയുന്ന സായിയും അഭിഷേകമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ നടന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ നമുക്കൊന്ന് കണ്ടു വയ്ക്കാമല്ലോ. റാബിറ്റിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഈ റാബിറ്റ് ടാസ്കിൽ അഭിഷേകും സായും കൂടെ തന്ത്രങ്ങൾ അവസാനം ഇതാണ് നീ 2 എടുത്തു, അപ്പോൾ നിൻ്റെ 5 നിൻ്റെ 4 3 ആവും, വേണം നീ 2 വയ്ക്കുക, അപ്പോൾ എൻ്റെ 4 ആവും, നിൻ്റെ 4 ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നോറ പറയാണ്, ലാലേട്ട ഈ ആഴ്ചയെങ്കിലും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ കിട്ടിയ അവസരമായിരുന്നു, പക്ഷേ നടന്നില്ല ഇവിടെ. അപ്പോൾ അർജുൻ സായി ഇവിടെ വിട്ടുകൊടുക്കുന്ന ടൈപ്പാണ്, വേണ്ട. പിന്നെ അവർ അവസാനം എന്നപ്പോൾ ഒരു മ്യൂച്വൽ കൺസേണിങ്ങിൽ പോയി. അപ്പോൾ ജാസ്മിൻ അവരുടെ ഇഷ്ടമല്ലേ എങ്ങനെ കളിക്കുന്നതല്ല, അവരുടെ ഇഷ്ടം, നമ്മളെന്ത് വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ ലാലേട്ടാ. അപ്പോൾ ലാലേട്ടൻ കയ്യാലപ്പുറത്ത് തേങ്ങയൊക്കെ കിട്ടിയല്ലോ അഭിഷേക്, എന്താ കൺഗ്രാറ്റ്സ്. അപ്പം പന്താട്ടം ടാസ്ക് എന്നല്ലേ പേര്, പന്താട്ടം. അപ്പോൾ ജിൻഡോ ഞാൻ ടയേർഡായിട്ട് ഞാൻ നിന്നു, ഞാൻ 12 മിനിറ്റ് നിന്ന് ഞാൻ കളിച്ചു ലാലേട്ടാ, ഞാൻ മറ്റേ പിടിക്കുന്ന ടാസ്ക് ഞാൻ നിന്ന് കളിച്ചു. അപ്പോൾ ഋഷി ഇനി വേറൊരു സംഭവം ഉണ്ട് ലാലേട്ട, ഇവരെ അറ്റാക്ക് ചെയ്തില്ല. ആര്? നമ്മുടെ ചോർച്ച സിദ്ധാന്തൻ ടാസ്കിൽ സായിയും സിജോയും അവർ ഗ്രൂപ്പ് കളിച്ചു, അവർ അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ സിജോ അവൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തുറക്കണം എന്നുള്ള കാര്യം എനിക്ക് വേണമായിരുന്നു. SBIയിലും ഇന്ത്യൻ ബാങ്കിലും സിറ്റി ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലും കാനറ ബാങ്കിലും ഗ്രാമീൺ ബാങ്കിലും ഫെഡറൽ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്കിലും ഒക്കെ ഒരു അക്കൗണ്ട് അങ്ങ് വേണമായിരുന്നു. അപ്പോൾ പിന്നെ ബിഗ് ബോസ് ബാങ്കിലും കൂടെ ഒരു അക്കൗണ്ട്, ടിക്കറ്റ് ഫിനാലെ ബാങ്കിലും കൂടെ ഇരുന്നോട്ടെ എന്നങ്ങ് കരുതി. അപ്പോഴേ അടുത്ത സായി നന്ദനയ്ക്ക് പോയിന്റ് കൊടുക്കുക എന്നുള്ളത് ഒരു അവസാന തീരുമാനത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരുമാതിരി ഒരുമിച്ച് നമ്മൾ കളിച്ച് അങ്ങ് അവിടെ നിന്ന് വന്ന് നമ്മളങ്ങ് പിന്നെ അങ്ങ് നമ്മളങ്ങനെ ഇങ്ങനെ അതാണ് സംഭവം ലാലേട്ട, അതാണ്. അപ്പോൾ നന്ദന ഇല്ല ലാലേട്ട ഞാൻ കളിച്ചിട്ട് എന്നെ കിട്ടിയ, എനിക്ക് ഫസ്റ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഇവരുടെ പോയിന്റ് അല്ല, എൻ്റെ എഫേർട്ടാണ്, ഞാൻ എടുത്ത എഫേർട്ടാണ്. ഇവർ പറഞ്ഞില്ല ഇവരെനിക്ക് പോയിന്റ് തന്നതല്ല, ഞാൻ എടുത്ത എഫേർട്ടാണ്. വീഡിയോ കണ്ടാലോ, വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. സായി ജിൻഡോളത് മൊത്തം പിടിച്ച് കുലുക്കുന്നു, സിജോ മിണ്ടാതെ നിൽക്കുന്നു, നന്ദനയും സായിയുടേത് പിടിച്ച് കുലുക്കുന്നു. അപ്പം വീണ്ടും എന്നിട്ട് ചോദിക്കുന്നത് എന്താ സംഭവം? ഇല്ല ലാലേട്ട ഞാൻ കളിച്ചു, ഇവരുടെ ഒരു അവതാരിയൊന്നുമല്ല, ഞാൻ കളിച്ചതാണ്, ഞാൻ കളിച്ച് നേടിയ പോയിന്റാണ്. അപ്പോൾ ശ്രീതു ലാലേട്ട അത് ഇവங்களுக்குள்ள നല്ലൊരു ബോണ്ട് ഇருக்கு, அப்போ அந்த ബോണ്ടുக்காக സായി സിജോ എല്ലാമേ വിട്ടു കൊടുത്തിട്ടെങ്ക നന്ദനക്കാക. അപ്പോൾ ലാലേട്ടൻ കളിച്ച് ജയിച്ചതാണോ ലാസ്റ്റ് റൗണ്ട്? നന്ദന ഇല്ല ലാലേട്ടൻ ഇവിടെ പറയും പോലെയല്ല, ഞാൻ കളിച്ചു, ലാസ്റ്റ് ജിൻഡോനെ ഞാൻ പൊട്ടിച്ചു, പിന്നെ ഇവർ പൊട്ടിക്കാത്ത എൻ്റെ കുഴപ്പമാണോ? അപ്പം ലാലേട്ടൻ പറയാണ് ടിക്കറ്റ് ടു ഫിനാലെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് നാളെ സിജോയും ജാസ്മിനും ഒക്കെ പലരും പലതായിട്ട് നേർന്ന് നാളെ വരവ് കേൾപ്പിക്കണമെന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ഉയർച്ച താഴ്ച ഗ്രാഫ്. കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഓരോ ചാർട്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസിൽ നിങ്ങൾ വന്നത് മുതൽ ഇതുവരെയുള്ള നിങ്ങളുടെ ഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ നിന്ന് പോയി നിങ്ങളുടെ കയറ്റങ്ങൾ ഇറക്കങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫ് നമ്മുടെ കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട, ഒരാഴ്ച എടുത്ത് കൊടുത്ത് നമ്മളിതാ കണ്ണിൽ ഇങ്ങനെ ഇരുന്നത് ഉറങ്ങാനും വയ്യ. അനിയമിതിൻ്റെ കഥ ഹിറ്റായ ടാസ്ക് ഓർമ്മയുണ്ട? ഒരു ഗാർഡൻ ഏരിയയിൽ ബെഞ്ചൊക്കെ കൊണ്ട് ഇരുത്തിയിട്ട് ബോർഡൊക്കെ വെച്ചത്, ആ സെയിം സാധനം ഇന്ന് ലാലേട്ടനെ മുമ്പ് വെച്ച് കൊടുത്തു. പറയണ്ടല്ലോ അതിൻ്റെ ബോറ്, അത് തീർന്നു, ഒരുവിധം അത് തീർന്നു. എന്നിട്ടാണ് എവിക്ഷനിലുള്ള 7 പേരെ പൊക്കുന്നു, മറ്റേ ഹാർട്ടിൻ്റെ പടം ഉള്ളത് എല്ലാവർക്കും കിട്ടുന്നു, അവരവരുടെ ഹാർട്ട് വയ്ക്കാൻ പറയുന്നു, തുറക്കാൻ പറയുന്നു. നോറ തുറക്കുന്നു, ശ്രീതു റിസൾട്ട് പെൻഡിങ്, ശ്രീതു തുറക്കുന്നു, ജാസ്മിൻ റിസൾട്ട് പെൻഡിങ്, ജാസ്മിൻ തുറക്കുന്നു, നോറ റിസൾട്ട് പെൻഡിങ്, ഋഷി തുറക്കുന്നു, അഭിഷേക് റിസൾട്ട് പെൻഡിങ്, അഭിഷേക് തുറക്കുന്നു, ഋഷി റിസൾട്ട് പെൻഡിങ്. പക്ഷേ സായിയെയും നന്ദനയും തുറക്കാൻ സമ്മതിക്കുന്നില്ല. ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസ് ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറയുന്നു. നിങ്ങളൊരാൾ പുറത്തേക്ക് പോകും, വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ചേട്ടനും അനിയത്തിയും കൂടെ ഭയങ്കര കെട്ടിപ്പിടുത്തമാണ്, നീ ഇവിടെ നിൽക്കണം, കപ്പടിക്കണം എന്ന് നന്ദന എടുത്ത് സായി പറയുന്നു. ഞാനാണ് പോകുന്നത്, നിങ്ങളിവിടെ നിൽക്കണം, വിജയിക്കണമെന്ന് തിരിച്ച് നന്ദനയും പറയുന്നു. അങ്ങനെ തുറന്ന് നോക്കുമ്പം സായിയുടെ ഇതിനകത്ത് നന്ദന എവിക്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു, നന്ദനയുടെ ഇതിനകത്ത് സായി റിസൾട്ട് പെൻഡിങ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സായിക്ക് ഭയങ്കര വിഷമാവുന്നു, സായി പോയി ഒരു അറ്റത്ത് മൂലയ്ക്ക് ഇരിക്കുന്നു. നന്ദന ഞാൻ ഹാപ്പിയാണ്, അയ്യേ കരയല്ലേ എന്നൊക്കെ പറയുന്നു. അഭിഷേക് വന്ന് കെട്ടിപ്പിടിക്കുന്നു, സിജോ വരുന്നു, സിജോയ്ക്ക് വിഷമമുണ്ട്. നേരെ എല്ലായിടത്തും പോയി കെട്ടിപ്പിടിച്ച് നേരെ പവർ റൂമിലേക്ക് കൊണ്ടുപോവാണ് സായി നന്ദനയെ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ എന്തിനാണോ ഇവിടെ വന്നത്, നീ പുറത്തിറങ്ങുമ്പോൾ അത് നടക്കും, അത് നിനക്ക് പിന്നെ മനസ്സിലാവും, പുറത്തിറങ്ങുമ്പോൾ നടക്കും. അതായത് വീടിൻ്റെ കാര്യമാണ്, പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം നടക്കും എന്നെല്ലാം നന്ദന എടുത്ത് പറയുന്നു. സിജോയും വരുന്നു, മോനെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സെറ്റാവും, എല്ലാം സൂപ്പറായിട്ടിരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് അവസാനം 3 പേരോട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഗ്രൂപ്പ് ഹഗ് എല്ലാം കൊടുത്ത് നന്ദന എവിക്റ്റ് ആവുകയാണ്. നന്ദന വീട്ടിൽ നിന്ന് മിൽമയുടെ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ചേട്ടന്മാർക്കൊക്കെ കൊടുത്ത് അഭിഷേകിന്, സിജോയ്ക്ക്, പിന്നെ സായിക്ക് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്നും യാത്രയാവുന്നു. എല്ലായിടത്തും ബായ് പറഞ്ഞ് യാത്രയാവുന്നു. സ്റ്റേജിൽ വരുന്നു, ലാലേട്ടൻ ജേണി വീഡിയോ ഒക്കെ കാണിക്കുന്നു, നന്ദന എവിക്റ്റ് ആവുന്നു. ഇനി എനിക്ക് നന്ദനയെക്കുറിച്ച് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജെനുവിൻ പേഴ്സൺ ആയിരുന്നു, ഭയങ്കര ജെനുവിനിറ്റി ആയിരുന്നു. കയറിയ അന്ന് മുതൽ ഇന്ന് വരെ നന്ദന എന്തായിരുന്നു അത് തന്നെയായിരുന്നു നന്ദന, അല്ലേ?
ഒന്ന് ക്യാരക്ടർ, പലരുടെയും ക്യാരക്ടർ നമുക്കറിയാം, അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റേബിളായിട്ട് നന്ദന തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയായിരുന്നു ഒടുക്കത്തിലും. പക്ഷേ ഈ ഒത്തിരി ഇമ്പ്രൂവ് ആയി. ബിഗ് ബോസിനകത്ത് ആദ്യം കയറിയിട്ട് നന്ദന കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഇറിറ്റേറ്റിംഗ് ആണ്, ക്രിഞ്ചാണ് എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞ മെസ്സേജൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ ഒരു 2 വീക്ക് 3 വീക്ക് മുന്നേ നല്ല റോക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇതൊരു ഗെയിമാണ്. ഗെയിം ആകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരാൾ ഔട്ടായേ പറ്റത്തുള്ളൂ. തമ്മിൽ ഭേദം തൊമ്മൻ. അപ്പം അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എവിക്ഷൻ, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ്. പക്ഷേ ആ പുള്ളിക്കാരി കളിക്കാത്ത ആളല്ല, കളിക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ സിജോയുടെയും സായിയുടെയും ഒരു എന്താ പറയുക, ഒരു റിലേഷൻ അവരവരുടെ അടുത്ത് നന്ദന അടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു നെഗറ്റീവ് അല്ല, അത് റിയാലിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ നന്ദന, ഇപ്പം ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, സിജോയും സായിയും കാണിക്കുന്ന അവരുടെ ഗെയിം തുലച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ നന്ദന അവിടെ എന്ത് ചെയ്തു? നന്ദന ഒന്നും ചെയ്തില്ല. നന്ദന കറക്റ്റ് ഇന്നിപ്പോൾ ലാലേട്ടൻ പറഞ്ഞപ്പോൾ പോലെ ഇല്ല ലാലേട്ടൻ ഞാൻ കളിച്ചതാണ്, ഇവർ തന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ കളിച്ചല്ലോ, ആ ലെവലാണ്. അപ്പം ജെന്യൂൻ പേഴ്സൺ ആയിരുന്നു. സൂപ്പർ ആവട്ടെ, നന്ദനയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാം സൂപ്പർ ആവും. നന്ദന സെലിബ്രിറ്റി ആയിട്ടാണ് വരുന്നത് അല്ലേ, സൂപ്പർ. അപ്പം അതിനുശേഷം വീട്ടുകാർ അഭിഷേകും സായിക്കും സംസാരിക്കുകയാണ്. തൊട്ടടുത്ത് വരെ എത്തിയിട്ട് അവൾ പോയില്ല, കാരണം അവളെ കൊണ്ട് പണപ്പെട്ടി എടുപ്പിക്കാനായിരുന്നല്ലോ സായിയുടെ സിജോൻ്റെ ഒക്കെ പ്ലാൻ. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. എന്തായാലും കുഴപ്പമില്ല. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ലാലേട്ടൻ നാളെ വരാമെന്ന് പറഞ്ഞ് പോകുകയാണ് സുഹൃത്തുക്കളെ. നാളെ നമുക്ക് നോക്കാം എന്താക്കുമെന്ന്. അടുത്ത അപ്ഡേറ്റായിട്ട് വരാം, പ്രൊമോ റട്ടേൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. നാളത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് നേരെ കുറച്ച് അറ്റാക്കുകളും കാര്യങ്ങളും വിമർശനങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പലരും കുത്തിപ്പൊക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ വരാം. ഒരു മറുപടി എനിക്ക് കൊടുക്കാനുണ്ട്, പറയാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.